തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട കെ ജയകുമാറിനെ അയോഗ്യനാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കാർഷികോൽപാദന കമ്മീഷണർ ഡോക്ടർ ബി അശോകാണ് ഹർജി നൽകിയത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. സർക്കാരാണ് ഹർജിയിൽ മറുപടി പറയേണ്ടതെന്നും IMG-യിൽ താൽക്കാലിക ചുമതലയാണെന്നും കെ ജയകുമാർ പ്രതികരിച്ചു. ഞാൻ പ്രതികരിക്കേണ്ട ഒരു ചോദ്യമാണോ അത്? പിന്നെ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിനെതിരെയാണ് ഈ ഹർജി. അത് സർക്കാർ ഉചിതമായ രീതിയിൽ അതിൻ്റെ മെഷീനറി ഉപയോഗിച്ച് മറുപടി പറയും. ഒരു സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMG-യിൽ ഞാൻ തുടരുന്നു എന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. അതിനുള്ള മെഷീനറി ഗവൺമെൻറ് ഉണ്ടല്ലോ. ബി അശോകിനെ തള്ളിയും ജയകുമാറിനെ പുകഴ്ത്തിയും മുഖ്യമന്ത്രി രംഗത്തെത്തി. ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെന്റ് നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ട് മാറിയതാണ്. ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. കാരണം മുൻകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് പൊതുവിൽ അയ്യപ്പ ഭക്തരെല്ലാം നല്ല നിലക്കാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവിടെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.